മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വീരസേനയുടെ ത്യാഗമോർത്ത് രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. ഭാരതത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഏടുകളിൽ ഒന്നാണ് 1971 ഇന്ത്യ പാക് യുദ്ധം. ഈ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ നിർണായക വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് എല്ലാ വർഷവും ഡിസംബർ 16 രാജ്യം ആചരിക്കുന്ന വിജയ് ദിവസ്. ചരിത്രപരമായ പശ്ചാത്തലം: കിഴക്കൻ പാകിസ്ഥാനിലെ ജനത അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും അവഗണിക്കാനാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ യുദ്ധത്തിൽ പങ്കാളികളായത്. 1971 ഡിസംബർ 3 പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയെ ആക്രമിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു. നിർണായകമായ 13 ദിവസങ്ങൾ ഇതൊരു ചെറിയ യുദ്ധമായിരുന്നെങ്കിലും ലോക ചരിത്രത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തി. കേവലം 13 ദിവസങ്ങൾ മാത്രമാണ് യുദ്ധം നീണ്ടുനിന്നത്. കരസേന, നാവികസേന എന്നിവയുടെ മികച്ച ഏകോപനം, തന്ത്രപരമായ നീക്കങ്ങളും യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. 1971 ഡിസംബർ 16 യുദ്ധത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു ചരിത്രപരമായ സംഭവം നടന്നു. കിഴക്കൻ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ആമിർ അബ്ദുള്ള യാൻ നിയാസിയുടെ നേതൃത്വത്തിൽ 93,000-ലധികം സൈനികർ ധാക്കയിൽ വെച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെയും മുക്തി ബാഹിനിയുടെയും സംയുക്ത കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ജഗജിത്ത് മുന്നിൽ ഔദ്യോഗികമായി കീഴടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ധീരന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആദരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. 1971 യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 3,800-ൽ അധികം ജവാന്മാരുടെ ത്യാഗം ഈ ദിനം രാജ്യം സവിശേഷമായി ഓർമ്മിക്കുന്നു.